അപ്പോൾ നമ്മൾ വീണ്ടും വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നേക്കാണ്. ബ്രോൺസ് ഗ്രേവി എന്ന് പറഞ്ഞിട്ട് വെറുതെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രോൺസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടിയും ആവാനുണ്ട്. നമ്മൾ നേരത്തെ വെച്ച കാരണം അടുത്ത് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡാണ് ആവേണ്ടത്. അതിന് ശേഷം നമുക്കിത് കോരി മാറ്റണം. അപ്പോൾ നമുക്കിത് നമുക്ക് കോരി കോരി ഇവിടെ എത്തിക്കണം. അറിയാം ജസ്റ്റ് മറക്കുകയാണ്. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് ഇടാം. നന്നായിട്ടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രേവി സെറ്റ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 2 സവോള കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പം എനിക്ക് നമുക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓരോതരം ലീലാവിലാസങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നേരത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ചേർക്കാം. പച്ചമുളക് കിട്ടണ്ടായിരുന്നു കറി മണ്ണി. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ലൈക്ക് അടിച്ചോളാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായ ബ്രോൺസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രോൺസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ ഇത് ഇറക്കാൻ വേണ്ടി എൻ്റെ ചേച്ചീനെ വിളിക്കണേ. ചേച്ചിയാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ ചേച്ചി. ഹലോ സീനാണ്. കണ്ട ആള് കുക്കാണ്. അപ്പം ഞാൻ വീണ്ടും വന്നു എൻ്റെ ചേച്ചി ക്യാമറയിലെടുത്ത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് സോസ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് സോസ് മതി. കുറച്ച് സോസ് നമുക്ക് ഇത്ര മതി. നമുക്ക് നല്ല പുകയാണ് കഴിച്ചു തുടങ്ങി. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ എക്സോസ്റ്റ് ഫാൻ ഇട്ടുണ്ട്. പുക ഇല്ലാന്ന് വിചാരിക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ വീണ്ടും എൻ്റെ ക്യാമറ പൊസിഷനിലേക്ക് പോവാണ്. എൻ്റെ ചേച്ചി വീണ്ടും വന്നിരിക്കുന്നു. ഗായ്സ്, അപ്പം ഞാൻ വീണ്ടും പറയാണ്, റെഡ് ബട്ടൺ അടിക്കുക. അതിൻ്റെ അപ്പുറത്ത് ബെല്ലൈക്കണുള്ളത് അടിച്ചു പൊട്ടിക്കുക ഗായ്സ്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ എല്ലാവരും തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ബൈ.